കോമാളി കരയാൻ പാടില്ല. ഇന്നിപ്പോ പ്രവേശനോത്സവം കഴിഞ്ഞിരിക്കുകയാണല്ലേ? രസകരമായിട്ടുള്ള ഒരു പ്രവേശനോത്സവമാണ് നമ്മൾ നടന്നതല്ലേ ഇന്ന് കൊടുത്തത്. അത് ശരിയാ. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ചിരിക്കുന്ന മുഖമായിട്ടാണ് കുട്ടികൾ മുന്നിൽ എപ്പോഴും ഫേസ് ചെയ്യുന്നത്. അത് പണ്ടേത് സിനിമയിൽ പറഞ്ഞ മാതിരി കോമാളി കരയാൻ പാടില്ല എന്ന പോലെയാണ് നമ്മളെ ഷെഫീഖ് മാഷ്. നിങ്ങളൊന്നും അറിയാത്തൊരു ലൈഫ് ഷെഫീഖ് മാഷിനുണ്ട്. പ്രിയപ്പെട്ട പിതാവ് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയാണ്. ഒരു ചെറിയ ബിസിനസ്സിലേക്കുള്ളൊരു കാൽവെപ്പ് നടത്തി ഫ്ലോപ്പായി. വലിയ ലക്ഷങ്ങളുടെ ബാധ്യത വന്നു. ജനാസ പള്ളിയിൽ എത്തിക്കുന്ന സമയത്ത് തീരുമാനിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ കടം. എന്തെങ്കിലും മക്കൾ ചെയ്യണമെന്ന് നമുക്കൊരു ലക്ഷ്യമില്ല, എവിടേക്കാ പോവെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ പിതാവ് വീണ്ടും ചിത്രീകരിക്കാൻ പാടില്ല. വീക്കിനെ വളർത്തിയ നാടാണ് ഇതെല്ലാം കൊണ്ട്. കൂട്ടിയാ കൂടാത്തത് കൂടുന്നുള്ള മട്ടില്ല നമ്മളെ കൂടെ നിന്ന കുറെ നാട്ടുകാർ. അവരൊക്കെ ഒഴിവാക്കിയിട്ട് ആ നാട്ടിൽ നിന്ന് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കണം. മൂസപ്പടി എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ ഒരിക്കലും സാധ്യമാണ്. അടുത്തൊരു പ്രവേശനോത്സവത്തിന് ഷെഫീഖ് മാഷ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് വരേണ്ടത്. അല്ല മാഷേ? തീർച്ചയായിട്ടും. അതിന് ശരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുമ്പ് ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്നും അല്ലാത്തടത്തും നമ്മൾ ഇങ്ങനെ അതാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. 2K കിഡ്സിന് വാങ്ങിയിട്ടുള്ള എല്ലാ സംഭവം മൂപ്പര കയ്യിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോകളൊക്കെ ഭയങ്കര വൈറലൊക്കെ ആയിട്ടില്ലേ? 50 ലക്ഷം ആൾക്കാർ. 50 ലക്ഷം ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആക്ച്വലി ഇപ്പൊ വാടക വീട്ടിൽ നിൽക്കുന്നത്. ഇദ്ദേഹത്തെ ചേർത്ത് കൊടുത്തോളി, ഉപകാരപ്പെടും ഉറപ്പാ.